Hi everyone, C308 Transportation Engineering 1 എന്ന പേപ്പറിൽ മൊഡ്യൂൾ 2ൽ എക്സ്ട്രാ വൈഡനിങ് എന്ന് പറയുന്ന ടോപ്പിക്കാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അതിൻ്റെ പ്രോബ്ലംസാണ് ഈ വീഡിയോയിൽ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എക്സ്ട്രാ വൈഡനിങ് നമ്മൾ രണ്ട് ടൈപ്പ് വരുന്നുണ്ടെന്ന് പറഞ്ഞു. മെക്കാനിക്കൽ വൈഡനിങ്ങും അതുപോലെ സൈക്കോളജിക്കൽ വൈഡനിങ്ങും. അതിൽ മെക്കാനിക്കൽ വൈഡനിങ്ങിനെ നമ്മൾ WM എന്നാണ് ഡിനോട്ട് ചെയ്യുന്നത്. അതിൻ്റെ ഇക്വേഷൻ NL²/2R ആണ്. അതിൽ N എന്ന് ഉദ്ദേശിക്കുന്നത് നമ്പർ ഓഫ് ലെയിൻസ് ആണ്, L എന്ന് ഉദ്ദേശിക്കുന്നത് ലെങ്ത് ആണ്, R എന്ന് പറയുന്നത് റേഡിയസ് ആണ്. ഇനി WP അല്ലെങ്കിൽ സൈക്കോളജിക്കൽ വൈഡനിങ്, അതിൻ്റെ ഇക്വേഷനാണ് WP = V/9.5√R. അതിൽ V km/hലാണ്, R മീറ്ററിലാണ് കൊടുക്കേണ്ടത്. ഇനി ഇത് അപ്ലൈ ചെയ്യേണ്ടത് മോർ ദാൻ 1 ലൈൻ വരുന്ന കണ്ടീഷനിലാണ് WP നമ്മൾ എടുക്കേണ്ടത്. അപ്പോൾ ടോട്ടൽ W എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ടോട്ടൽ എക്സ്ട്രാ വൈഡനിങ് എന്ന് പറയുന്നത് എന്തായിരിക്കും? WM + WP ചെയ്യുമ്പോഴായിരിക്കും നമുക്ക് എന്ത് കിട്ടുക? W കിട്ടുക, മോർ ദാൻ 1 ലൈൻസ് ഉള്ള കണ്ടീഷനിൽ. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ നമ്മൾ മുന്നേ പറഞ്ഞതാണ് കഴിഞ്ഞ വീഡിയോയിൽ. ഇനി നമുക്ക് അതിൻ്റെ ഒരു പ്രോബ്ലം നോക്കാം. ഫസ്റ്റ് വൺ, ANH having a design speed of 100 km/h with 4 lines. The length of rigid wheelbase is 7 meter. Radius of curve is 200 meter. Determine extra widening required for the road. ഇപ്പോൾ എക്സ്ട്രാ വൈഡനിങ് ആണ് ചോദിച്ചിട്ടുള്ളത്. വിൻ്റെ വാല്യൂ 100 km/h ആണ് തന്നിട്ടുണ്ട്. പിന്നെ ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കുക, നമ്മൾ ഇക്വേഷൻ പറഞ്ഞപ്പോൾ പറഞ്ഞിരുന്നു km/h തന്നെയാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത്. നമ്മൾ ഒത്തിരി പ്രാക്ടീസ് ചെയ്തിട്ടുള്ളത് സൂപ്പർ എലിവേഷനാണ്. അത് മീറ്റർ/സെക്കൻഡിലേക്ക് എപ്പോഴും കൺവേർട്ട് ചെയ്യും ഡിസൈൻ സ്പീഡ്. പക്ഷേ എക്സ്ട്രാ വൈഡനിങ്ങിൻ്റെ പ്രോബ്ലം അല്ലെങ്കിൽ ആ കേസ് വരുമ്പോൾ അങ്ങനെ കൺവേർട്ട് ചെയ്യേണ്ട, km/hലാണ് വെലോസിറ്റി എടുക്കേണ്ടത്. അപ്പോൾ V = 100 km/h ആണ് തന്നിട്ടുണ്ട്. ഇനി വിത്ത് 4 ലൈൻ റോഡാണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ Nൻ്റെ വാല്യൂ 4 ആണ്. ഇനി പറയുന്നത് റിജിഡ് വീൽ ബേസിൻ്റെ ലെങ്ത് 7 മീറ്റർ ആണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ Lൻ്റെ വാല്യൂ 7 മീറ്റർ ആണ്. റേഡിയസ് പറയുന്നുണ്ട്, റേഡിയസ് ഓഫ് കർവ് 200 മീറ്റർ ആണെന്നും തന്നിട്ടുണ്ട്. ഇനി നമുക്ക് ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതിയായിരിക്കും. W എക്സ്ട്രാ വൈഡനിങ് WE = WM + WP. മെക്കാനിക്കൽ വൈഡനിങ് + സൈക്കോളജിക്കൽ വൈഡനിങ്. മെക്കാനിക്കൽ വൈഡനിങ്ങിൻ്റെ ഇക്വേഷൻ എന്തായിരുന്നു? NL²/2R. സൈക്കോളജിക്കലിൻ്റെ ഇക്വേഷൻ എന്തായിരുന്നു? V/9.5√R. ഇനി N എത്രയാണ്? 4. L എത്രയാണ്? 7 / 2 × R എത്രയാണ്? 200. അപ്പോൾ 4 × 7² / 200 ചെയ്യുമ്പോൾ നമുക്ക് മെക്കാനിക്കൽ വൈഡനിങ് കിട്ടി. ഇനി അടുത്ത് സൈക്കോളജിക്കൽ വൈഡനിങ്ങിന് V/9.5√R. വിൻ്റെ വാല്യൂ എപ്പോഴും km/h സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ 100 / 9.5√200. ഇനി ഇത് രണ്ടും കാൽക്കുലേറ്റ് ചെയ്ത് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 1.23 മീറ്റർ എന്നാണ് എക്സ്ട്രാ വൈഡനിങ് വാല്യൂ കിട്ടുന്നത്. അത് ജസ്റ്റ് ഒരു സാമ്പിൾ പ്രോബ്ലം ആണ്. നമുക്ക് അടുത്ത പ്രോബ്ലം നോക്കാം. Find the total width of pavement on a horizontal curve of a new NH to be aligned along a rolling terrain with a minimum radius. Assume necessary data. ഓക്കെ, ഇപ്പോൾ ഇതിൽ എല്ലാ ഡേറ്റയും നമ്മൾ അസ്യൂം ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. 2-3 ഡേറ്റ തന്നിട്ടുണ്ട്. L തന്നിട്ടുണ്ട് 6 മീറ്റർ എന്ന് തന്നിട്ടുണ്ട്. അതുപോലെ Nൻ്റെ വാല്യൂ 2 ലൈൻസ് ആണെന്ന് തന്നിട്ടുണ്ട്. L = 6 മീറ്റർ, N = 2 ലൈൻസ് എന്ന് നമ്മൾ പ്രോബ്ലം ചെയ്യാൻ വേണ്ടി അസ്യൂം ചെയ്യുന്നതാണ്. റിജിഡ് വീൽ ബേസ് 6 എന്നും നമ്പർ ഓഫ് ലൈൻസ് 2 എന്നും അസ്യൂം ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ക്വസ്റ്റ്യനിൽ ഒരു കണ്ടീഷനാണ് പറഞ്ഞിരിക്കുന്നത്. V തന്നിട്ടില്ല, നമുക്ക് ഡിസൈൻ സ്പീഡ് തന്നിട്ടില്ല. അപ്പോൾ ഒരു കണ്ടീഷൻ പറയുന്നുണ്ട്, ഇറ്റ് ഈസ് അലൈൻഡ് എലോങ് എ നാഷണൽ ഹൈവേ ഈസ് അലൈൻഡ് എലോങ് എ റോളിംഗ് ടെറൈൻ വിത്ത് മിനിമം റേഡിയസ് എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ റോളിംഗ് ടെറൈനിന് എന്താണ് വാല്യൂ എന്ന് നമുക്ക് IRC റെക്കമെൻഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ കാണുന്ന ടേബിളാണ് ഡിസൈൻ സ്പീഡ് എന്ന് പറയുന്നത്. ഡിസൈൻ സ്പീഡ്
ഓരോ ടൈപ്പിനും, ഇപ്പോൾ നാഷണൽ ഹൈവേക്ക്, സ്റ്റേറ്റ് ഹൈവേക്ക്, MDR, ഓർഡിനറി ഡിസ്ട്രിക്ട് റോഡ്, അതുപോലെ വില്ലേജ് റോഡ്, ഓരോന്നിനും പ്ലെയിൻ, റോളിംഗ്, ഹില്ലി, സ്റ്റീപ്പ് ഒക്കെ ആണെങ്കിൽ ഏത് വാല്യൂസാണ് ഡിസൈൻ സ്പീഡിന് വേണ്ടിയിട്ട് എടുക്കേണ്ടതെന്ന് ഈ ടേബിളിൽ പറയുന്നുണ്ട്. അപ്പോൾ ഈ ടേബിൾ ഒന്ന് നോട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് നോക്കിയിട്ട് നമുക്ക് പ്രോബ്ലത്തിൽ അപ്ലൈ ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇനി നമ്മളെ ക്വസ്റ്റ്യനിൽ എന്താ പറയുന്നത്? ടു ബി നാഷണൽ ഹൈവേ ആണെന്ന് പറയുന്നുണ്ട്, റോളിംഗ് ടെറൈനാണെന്നും പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് ടേബിൾ നോക്കാം. നാഷണൽ ഹൈവേ എവിടെയാണ് വരുന്നത്, അതുപോലെ റോളിംഗ് എന്ന് പറയുമ്പോൾ 80 to 65 ആണ്. അപ്പോൾ മിനിമം വാല്യൂ എത്രയാണ്? ഡിസൈൻ സ്പീഡിൻ്റെ 65 ആണ് മിനിമം വാല്യൂ. As per IRC, for a rolling terrain, the minimum design speed for NH is 65 km/h. ഇനി നമ്മൾ 65 കണ്ടുപിടിച്ചു, പക്ഷേ നമുക്ക് ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. നമ്മളെ ഇക്വേഷൻ എന്താ? WM + WP ആണ്. NL²/2R + V/9.5√R. അപ്പോൾ NL²/2R ചെയ്യാനായിട്ട് നമുക്ക് R വാല്യൂ തന്നിട്ടില്ല. അപ്പോൾ R വാല്യൂ നമ്മൾ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? R മിനിമത്തിന് നമ്മൾ മുന്നേ ഒരു ഇക്വേഷൻ പഠിച്ചിരുന്നു. ഇവിടെ നമ്മൾ പറഞ്ഞു പോയിരുന്നു, ജസ്റ്റ് R റൂളിങ്ങും അതുപോലെ R മിനിമത്തിനും നമ്മൾ ഇക്വേഷൻ പറഞ്ഞു പോയിരുന്നു. R തന്നിട്ടില്ലെങ്കിൽ V²/G × E+F എന്ന് എടുക്കുക. ഈ ഇക്വേഷൻ വന്നത് E+F = V²/GR എന്ന് പറയുന്ന ഇക്വേഷനിൽ നിന്ന് നമ്മൾ ജസ്റ്റ് Rനെ എടുക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നമ്മൾ R കണ്ടുപിടിക്കണം. അപ്പോൾ R കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇക്വേഷൻ എഴുതാം. V²/G × E+F. ഇനി ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ട V എന്താണ്? മീറ്റർ/സെക്കൻഡിലാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മുടെ V 65 ആണ്. അതിനെ മീറ്റർ/സെക്കൻഡിലാക്കാൻ × 5/18 ചെയ്യുക. അപ്പോൾ 18.05 എന്നായി V. ഇനി അതിനെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഇൻ്റെ വാല്യൂ എത്രയാണ്? E മാക്സ് ആണ്, അതായത് 0.07 ആണ് കൊടുക്കേണ്ടത്, + 0.15. എഫിൻ്റെ വാല്യൂ ആണ് 0.15. ഇത് ചെയ്യുമ്പോൾ നമുക്ക് 150.96 മീറ്റർ എന്ന R വാല്യൂ കിട്ടി. അപ്പോൾ നമുക്ക് വേണ്ട ഡേറ്റ എല്ലാം ആയല്ലോ. ഇനി നമുക്ക് എക്സ്ട്രാ വൈഡനിങ് കണ്ടുപിടിക്കാം. WE = WM + WP, NL²/2R + V/9.5√R. എന്നിൻ്റെ വാല്യൂ എത്രയാണ്? 2 ലൈൻ റോഡാണെന്ന് നമ്മൾ അസ്യൂം ചെയ്തു, 2. എല്ലിൻ്റെ വാല്യൂ 6 ആണെന്ന് നമ്മൾ അസ്യൂം ചെയ്തു, 6. 2 ഉണ്ട്. അതുപോലെ ആറിൻ്റെ വാല്യൂ നമ്മൾ കണ്ടുപിടിച്ചു, 150.96. ഇനി വിൻ്റെ വാല്യൂ എന്തിലാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത്? km/h എക്സ്ട്രാ വൈഡനിങ്ങിന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത്. അതെപ്പോഴും ശ്രദ്ധിക്കണം. 9.5 √R-ൻ്റെ വാല്യൂ 150.96. ഇതെല്ലാം കൂടി ചെയ്യുമ്പോൾ നമുക്ക് എക്സ്ട്രാ വൈഡനിങ് 0.79 മീറ്റർ എന്ന ആൻസർ കിട്ടും. നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. Calculate the extra widening required for a pavement of width 7 meter on a horizontal curve of radius 200 meter. If the longest wheelbase of expected vehicles on the road is 6.5 meter, moving at a design speed of 65 km/h. ഇപ്പോൾ എക്സ്ട്രാ വൈഡനിങ് ആണ് ചോദിച്ചിരിക്കുന്നത്. എന്താ തന്നിരിക്കുന്നത്? റോഡിൻ്റെ വിഡ്ത്ത് തന്നിട്ടുണ്ട്, ക്യാപിറ്റൽ B. വിഡ്ത്ത് ക്യാപിറ്റൽ B തന്നിട്ടുണ്ട്, 7 മീറ്റർ എന്ന്. റേഡിയസ് തന്നിട്ടുണ്ട്, ക്യാപിറ്റൽ R തന്നിട്ടുണ്ട്. പിന്നെ എന്താ തന്നിരിക്കുന്നത്? വീൽ ബേസ് തന്നിട്ടുണ്ട്. ലോങ്ങസ്റ്റ് വീൽ ബേസ് എന്ന് പറയുന്നത് 6.5 മീറ്റർ, അതായത് സ്മോൾ ലെറ്റർ L തന്നിട്ടുണ്ട്. ഡിസൈൻ സ്പീഡ് തന്നിട്ടുണ്ട്, V. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമുക്ക് തന്നിട്ടുണ്ട്. അപ്പം ഗിവൺ ഡേറ്റ എല്ലാം എഴുതുക. ബിയും ആറും എല്ലും വിയും തന്നിട്ടുണ്ട്. ഇനി എന്നിൻ്റെ വാല്യൂ നമുക്ക് തന്നിട്ടില്ല. എന്നിൻ്റെ വാല്യൂ നമുക്ക് തന്നിട്ടില്ല, പക്ഷേ നമ്മൾ 2 ലൈനായിട്ട് എടുക്കണം. അതെങ്ങനെയാണ് വരുന്നത്? നമുക്ക് റോഡിൻ്റെ വിഡ്ത്ത് തന്നിട്ടുണ്ട്, B തന്നിട്ടുണ്ട് 7 മീറ്റർ എന്ന്. അപ്പോൾ 7 മീറ്റർ വിഡ്ത്തുള്ള റോഡിൻ്റെ കേസ് നമ്മൾ ഈ മൊഡ്യൂൾ തുടങ്ങിയപ്പോൾ പഠിച്ചിരുന്നു. 7 മീറ്റർ വിഡ്ത്ത് വരുന്നെങ്കിൽ 2 ലൈൻ റോഡാണെന്ന് പഠിച്ചിരുന്നു. അതുപോലെ ഓരോന്നും 3.5
3.5 3.5 ഉള്ള 2 ലൈൻസ് ചേർന്ന ഒരു 2 ലൈൻ റോഡിനാണ് 7 മീറ്റർ വിഡ്ത്ത് വരുന്നത്. അപ്പോൾ അതനുസരിച്ച് വേണം നമ്മൾ n എടുക്കാൻ. n എപ്പോഴും ക്വസ്റ്റ്യനിൽ തന്നിരിക്കണമെന്നില്ല, വിഡ്ത്ത് ആയിരിക്കും തരിക, അതിൽ നിന്ന് നമ്മൾ n കണ്ടുപിടിക്കണം. ഇപ്പോൾ n ഇത് കിട്ടി, അതായത് 7 മീറ്റർ ആണെങ്കിൽ നമുക്ക് n 2 ലൈൻ റോഡാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇനി 10.5 ആണ് വിഡ്ത്ത് തന്നിരിക്കുന്നതെങ്കിൽ അത് 3 ലൈൻ റോഡായിരിക്കും. ആ കോൺസെപ്റ്റ് ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് എന്നും കിട്ടി. ഇനി നമുക്ക് എക്സ്ട്രാ വൈഡനിങ് കണ്ടുപിടിക്കുക. W = WM + WP NL²/2R + V / 9.5 √R 2 × 6.5 the whole square by 2 × 200. V എപ്പോഴും km/h / 65/9.5 × √200. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് 0.69 മീറ്റർ ആണ് ആൻസർ കിട്ടും. ഇത് സിമ്പിൾ പ്രോബ്ലം ആണ്. ഇതിൽ ശ്രദ്ധിക്കേണ്ടത് നമുക്ക് n ഡയറക്റ്റ്ലി തന്നിട്ടില്ല, വിഡ്ത്താണ് തന്നിരിക്കുന്നത് 7 മീറ്റർ ആണ്. അപ്പോൾ വിഡ്ത്ത് 3 മീറ്റർ എന്നാണ് തരുന്നതെങ്കിൽ ഓക്കെ, അപ്പോൾ നമുക്ക് വിഡ്ത്ത് 3 മീറ്റർ എന്നാണ് തന്നിരിക്കുന്നതെങ്കിൽ നമ്പർ ഓഫ് ലൈൻസ് 1 ആയിരിക്കും. വിഡ്ത്ത് 7 മീറ്റർ ആണെങ്കിൽ നമ്പർ ഓഫ് ലൈൻസ് 2 ആയിരിക്കും. വിഡ്ത്ത് 10.5 മീറ്റർ ആണെങ്കിൽ നമ്പർ ഓഫ് ലൈൻസ് 3 ആയിരിക്കും. 4 ലൈൻസ് അങ്ങനെ വരാറില്ല, എങ്കിലും വിഡ്ത്ത് 14 ആണെങ്കിൽ നമ്പർ ഓഫ് ലൈൻസ് 4 ആയിരിക്കും. ഇത് നമ്മൾ മൊഡ്യൂളിൻ്റെ ഫസ്റ്റ് പഠിച്ചതാണ്, 1 ലൈൻ റോഡ് 2 ലൈൻ റോഡിൻ്റെയൊക്കെ വിഡ്ത്തിൻ്റെ കേസ്. ഓക്കെ, ഇത് നമ്മൾ നേരത്തെ നോട്ട് ചെയ്ത ടേബിളാണ്. ഓരോ ടൈപ്പ് ടെറൈനനുസരിച്ച് ഡിസൈൻ സ്പീഡ് എങ്ങനെയൊക്കെ വേരി ചെയ്യും എന്നുള്ളതാണ്. ഇനി ഇത് ഡിസൈൻ സ്പീഡിൻ്റെ വേരിയേഷനാണ് നമ്മൾ ഈ ടേബിളിൽ കാണുന്നത്. ഇനി ക്രോസ് സ്ലോപ്പിൻ്റെ വേരിയേഷനാണ് ഈ ടേബിളിൽ കാണുന്നത്. പ്ലെയിൻ ടെറൈൻ ആണെങ്കിൽ ക്രോസ് സ്ലോപ്പ് 0 to 10, റോളിംഗ് ആണെങ്കിൽ 10 to 25, മൗണ്ടനസ് ആണെങ്കിൽ 25 to 60, സ്റ്റീപ്പ് ആണെങ്കിൽ 60. ഇങ്ങനെയാണ് ക്രോസ് സ്ലോപ്പ് കൊടുക്കേണ്ടത്. ഓക്കെ, അപ്പോൾ നമ്മൾ എക്സ്ട്രാ വൈഡനിങ് എന്നൊരു ടോപ്പിക്കും കഴിഞ്ഞു. ഇനി നമുക്കുള്ളത് ട്രാൻസിഷൻ കർവ്സ് ആണ്. അപ്പോൾ എക്സ്ട്രാ വൈഡനിങ് എന്താണെന്നും അതിൻ്റെ പ്രോബ്ലംസും ഒക്കെ എല്ലാവർക്കും ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു. മൊഡ്യൂൾ 2 എന്നുള്ള അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്ക് നോക്കാം, ട്രാൻസിഷൻ കർവ്സ്. അപ്പോൾ നമുക്ക് ആദ്യം എന്താണ് ട്രാൻസിഷൻ കർവ്സ് എന്ന് നോക്കാം. A transition curve has a radius which decreases from infinity the tangent point to a designed radius of circular curve. അപ്പോൾ നമ്മൾ ട്രാൻസിഷൻ കർവ്സ് കൊടുക്കുന്നത് സർക്കുലർ കർവിൻ്റെ ബിഗിനിങ്ങിലായിരിക്കും. നമുക്ക് ആദ്യം അതിൻ്റെ ഫിഗർ ജസ്റ്റ് ഒന്ന് നോക്കാവേ. ഓക്കെ, നോക്കിക്കോളൂ. ഇവിടെ നിന്ന് ഇങ്ങനെ ഒരു സ്ട്രെയിറ്റ് റോഡ് വരുന്നുണ്ട്. സ്ട്രെയിറ്റ് റോഡ് ഒരു സർക്കുലർ കർവിലേക്ക് കയറുന്നുണ്ട്. അപ്പോൾ ഈ സ്ട്രെയിറ്റ് റോഡിൽ നിന്ന് സർക്കുലർ കർവിലേക്ക് കയറുന്ന ആ ഒരു പോർഷൻ ഇടയ്ക്ക് വരുന്ന ഇത്രയൊരു ഭാഗത്തിനെയാണ് നമ്മൾ ട്രാൻസിഷൻ കർവ് എന്ന് വിളിക്കുന്നത്. കർവിലേക്കുള്ള ട്രാൻസിഷൻ കർവ്സ്, ഇത്രയൊരു ഭാഗം സ്ട്രെയിറ്റ് റോഡിൽ നിന്ന് സർക്കുലർ കർവിലേക്ക് കയറാൻ വേണ്ടിയിട്ട് പോകുന്നതിന് മുൻപുള്ള ആ കർവിനെയാണ് ട്രാൻസിഷൻ കർവ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ഈ കർവിൻ്റെ റേഡിയസിൻ്റെ പ്രത്യേകത എന്താണ്? ഇറ്റ് ഡിക്രീസസ് ഫ്രം ഇൻഫിനിറ്റി ടു എ ഡിസൈൻഡ് റേഡിയസ് ഓഫ് സർക്കുലർ കർവ്. അപ്പോൾ അത് ഇൻഫിനിറ്റിയിൽ നിന്ന് സർക്കുലർ കർവിൻ്റെ റേഡിയസിലേക്ക് എത്തുന്നു. ഫിഗർ നോക്കൂ, കണ്ടോ? ഈ പോർഷൻ എത്തുമ്പോഴേക്കും ഈ ട്രാൻസിഷൻ കർവിൻ്റെ റേഡിയസ് എന്ന് പറയുന്നത് സർക്കുലർ കർവിൻ്റെ റേഡിയസ് തന്നെയാണ്. കാരണം ട്രാൻസിഷൻ കർവ് കഴിഞ്ഞ് തൊട്ടടുത്തത് ആ സർക്കുലർ കർവ് സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ ഇൻഫിനിറ്റിയിൽ നിന്ന് നമുക്ക് സർക്കുലർ കർവിൻ്റെ റേഡിയസിലേക്ക് എത്തിക്കുന്ന ഒന്നാണ് ട്രാൻസിഷൻ കർവ് എന്ന് പറയുന്നത്. ഓക്കെ, when a transition curve is introduced between a straight and a circular curve, the radius of transition curve decreases and becomes minimum at the beginning of the required circular curve. വീണ്ടും അത് തന്നെയാണ് പറയുന്നത്. ഒരു സ്ട്രെയിറ്റ് റോഡിനും ഒരു സർക്കുലർ കർവിനും ഇടയ്ക്ക് ഒരു ട്രാൻസിഷൻ കർവ് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ബിഗിനിങ് ഭാഗത്ത് മിനിമം ആയിരിക്കും ഇതിൻ്റെ റേഡിയസ് എന്ന് പറയുന്നത്. The radius of transition curve decreases and becomes minimum at the beginning of required circular curve. ഈ സർക്കുലർ കർവിൻ്റെ ബിഗിനിങ് ഭാഗത്ത്, അതായത് ട്രാൻസിഷൻ കർവ് എൻഡ് ചെയ്യുന്ന ഭാഗത്ത് അതിൻ്റെ റേഡിയസ്
മിനിമം ആയിരിക്കും എന്നാണ് പറയുന്നത്. This helps in gradually introducing the design super elevation and extra widening of road. അപ്പോൾ ഇതുകൊണ്ട് നമുക്ക് ട്രാൻസിഷൻ കർവ്സ് കൊടുക്കുന്നതുകൊണ്ടുള്ള നമ്മുടെ ഉപയോഗം എന്താണെന്ന് വെച്ചാൽ നമുക്ക് സൂപ്പർ എലിവേഷനും എക്സ്ട്രാ വൈഡനിങ്ങും ആ റോഡിൽ കൊണ്ടുവരാനായിട്ട് ഈസി ആയിരിക്കും. ഓക്കെ, ഇനി എന്താണ് ഫങ്ഷൻസ് എന്ന് നോക്കാം ട്രാൻസിഷൻ കർവ്സിൻ്റെ. ഫസ്റ്റ് വൺ, ടു ഇൻട്രൊഡ്യൂസ് സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് ഗ്രാജുവലി ടു അവോയ്ഡ് എ സഡൻ ജേർക്ക് ഓൺ വെഹിക്കിൾ. അപ്പോൾ ഒരു സ്ട്രെയിറ്റ് റോഡിൽ നിന്ന് പെട്ടെന്ന് ഒരു സർക്കുലർ കർവിലേക്ക് കയറുമ്പോൾ വെഹിക്കിളിന് പെട്ടെന്നൊരു സഡൻ ജേർക്ക് ഉണ്ടാകും. അത് അവോയ്ഡ് ചെയ്യാൻ പറ്റും. ജസ്റ്റ് ട്രാൻസിഷൻ കർവ് കൊടുത്തു കഴിഞ്ഞാൽ ഒരു സ്ട്രെയിറ്റ് ആയിട്ടുള്ള റോഡിനും നല്ല സർക്കുലർ ആയിട്ടുള്ള കർവിനും ഇടയ്ക്കുള്ള സംഭവമാണ് ട്രാൻസിഷൻ കർവ്. അപ്പോൾ അത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് ഗ്രാജുവലായിട്ട് അറ്റൈൻ ചെയ്യാനായിട്ട് പറ്റും വെഹിക്കിളിന്. ടു ഇൻട്രൊഡ്യൂസ് ഡിസൈൻഡ് സൂപ്പർ എലിവേഷൻ ആൻഡ് എക്സ്ട്രാ വൈഡനിങ് ഗ്രാജുവലി. അപ്പോൾ സൂപ്പർ എലിവേഷനും എക്സ്ട്രാ വൈഡനിങ്ങും ഒക്കെ നമുക്ക് കൊണ്ടുവരാനായിട്ട് ട്രാൻസിഷൻ കർവ്സ് ഹെൽപ്പ് ചെയ്യും. ടു എനേബിൾ ദ ഡ്രൈവർ ടു ടേൺ ദ സ്റ്റിയറിംഗ് ഗ്രാജുവലി അറ്റ് ഹിസ് ഓൺ കംഫർട്ട്. അപ്പോൾ ഡ്രൈവറിന് അദ്ദേഹത്തിൻ്റെ കംഫർട്ട് അനുസരിച്ച് ആ സർക്കുലർ കർവിലേക്ക് എൻ്റർ ചെയ്യുന്നതിന് മുൻപ് സ്റ്റിയറിംഗ് ടേൺ ചെയ്യാനുള്ള ഒരു അവസരം കിട്ടും. ടു ഇംപ്രൂവ് ദ എസ്തെറ്റിക് അപ്പിയറൻസ് ഓഫ് റോഡ്. അപ്പോൾ പെട്ടെന്നൊരു സ്ട്രെയിറ്റ് ആയിട്ട് റോഡ് വന്നിട്ട് പെട്ടെന്ന് അതിങ്ങനെ വളഞ്ഞിരുന്നാൽ കാണാനൊരു ഭംഗി ഉണ്ടാവില്ല. അപ്പോൾ ട്രാൻസിഷൻ കർവ്സ് കൊടുക്കുമ്പോൾ എസ്തെറ്റിക് അപ്പിയറൻസും ഇംപ്രൂവ് ആവുന്നുണ്ട്. ഇനി നമുക്ക് എന്തൊക്കെയാണ് ടൈപ്സ് ഓഫ് ട്രാൻസിഷൻ കർവ് എന്ന് നോക്കാം. 3 ടൈപ്പ് ഉണ്ട്: സ്പൈറൽ, ക്യൂബിക്, പരാബോള ആൻഡ് ലെമിനിസ്കേറ്റ്. അപ്പോൾ ഓരോന്നിൻ്റെ ഷേപ്പ് എങ്ങനെയാണ് വരികയെന്ന് വെച്ചാൽ സ്പൈറലാണ് ഈ കാണുന്നത്. ഇങ്ങനെ സ്പൈറൽ ഷേപ്പിൽ പോകുന്നതാണ് സ്പൈറൽ. അടുത്ത് ഈ ഒരു കാണുന്ന ഷേപ്പിന് പോകുന്നതാണ് ലെമിനിസ്കേറ്റ്. ഇനി ഈ ഷേപ്പാണ് ക്യൂബിക് പരാബോള. ഇത് മൂന്നുമാണ് കർവ്സിൻ്റെ ഷേപ്പ് എന്ന് പറയുന്നത്, ട്രാൻസിഷൻ കർവ്സിൻ്റെ ഷേപ്പ് എന്ന് പറയുന്നത്. ഇനി നമ്മളിപ്പോൾ കാണുന്ന ട്രാൻസിഷൻ കർവിൻ്റെ ഒരു ഫിഗറാണ്. നേരത്തെ പറഞ്ഞ തന്നെയാണ് സ്ട്രെയിറ്റ് റോഡിൽ നിന്ന് സർക്കുലർ കർവിലേക്ക് കയറുന്നതിന് തൊട്ട് മുമ്പ് നമ്മൾ കൊടുക്കുന്ന ഒരു ചെറിയ കർവാണ് ട്രാൻസിഷൻ കർവ്. ഇനി അടുത്ത് നമുക്ക് ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത് ട്രാൻസിഷൻ കർവിൻ്റെ ലെങ്ത് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. പ്രോബ്ലംസിലൊക്കെ ഒത്തിരി അങ്ങനെയാണ് ചോദിക്കാറ്, കാൽക്കുലേറ്റ് ദി ലെങ്ത് ഓഫ് ട്രാൻസിഷൻ കർവ് എന്ന്. അപ്പോൾ നമുക്കത് നോക്കാം. ദ ലെങ്ത് ഓഫ് ട്രാൻസിഷൻ കർവ് ഈസ് ഡിസൈൻ ടു ഫുൾഫിൽ 3 കണ്ടീഷൻസ്. അപ്പോൾ ട്രാൻസിഷൻ കർവിൻ്റെ ലെങ്ത് നമ്മൾ ഡിസൈൻ ചെയ്യുന്നത് 3 കണ്ടീഷൻ ബേസ് ചെയ്തിട്ടാണ്. ഫസ്റ്റ് വൺ, റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് സെൻട്രിഫ്യൂഗൽ ആക്സിലറേഷൻ. സെക്കൻഡ് വൺ, റേറ്റ് ഓഫ് ഇൻട്രൊഡക്ഷൻ ഓഫ് ഡിസൈൻഡ് സൂപ്പർ എലിവേഷൻ. തേർഡ് വൺ, മിനിമം ലെങ്ത് ആസ് പെർ IRC. അപ്പോൾ ഈ 3 കണ്ടീഷനും നമ്മൾ ട്രാൻസിഷൻ കർവ് ഡിസൈൻ ചെയ്യുമ്പോൾ ശ്രദ്ധിച്ചിരിക്കണം. അപ്പോൾ നമുക്ക് ആദ്യത്തെ കണ്ടീഷൻ നോക്കാം, റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് സെൻട്രിഫ്യൂഗൽ ആക്സിലറേഷൻ. അതിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് C = 80/75 + V. V എന്ന് പറയുന്നത് ഡിസൈൻ സ്പീഡ്, അതിൻ്റെ യൂണിറ്റ് എന്താണ്? km/h. ഇനി C നമുക്ക് കണ്ടുപിടിക്കുമ്പോൾ C കിട്ടുന്ന വാല്യൂ 0.5 to 0.8 റേഞ്ചിലായിരിക്കും സിയുടെ വാല്യൂ കിട്ടുന്നത്. ഇനി ലെങ്ത് ഓഫ് ട്രാൻസിഷൻ കർവിൻ്റെ ഇക്വേഷൻ എന്താണ്? L = V³/CR എന്നാണ്. അവിടെ V m/s R മീറ്ററിലായിരിക്കണം. അപ്പോൾ ലെങ്ത് ഓഫ് ട്രാൻസിഷൻ കർവ് കണ്ടുപിടിക്കാൻ ആദ്യത്തെ കേസാണ് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് സെൻട്രിഫ്യൂഗൽ ആക്സിലറേഷൻ. അതിൻ്റെ ഇക്വേഷൻ C = 80/75 + V. V എന്ന് പറയുന്ന km/h. ഇനി ആ കിട്ടുന്ന വിയെ കൊണ്ട് നമ്മൾ ഈ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. L = V³/CR. അവിടെ V കൊടുക്കേണ്ടത് m/s ശ്രദ്ധിക്കണം. അപ്പോൾ ഇതാണ് ആദ്യത്തെ ക്രൈറ്റീരിയ അനുസരിച്ച് നമ്മൾ L, അതായത് ലെങ്ത് ഓഫ് ട്രാൻസിഷൻ കർവ് കണ്ടുപിടിക്കുന്നത്. ഈ ക്യാപിറ്റൽ L ആണ് ലെങ്ത് ഓഫ് ട്രാൻസിഷൻ കർവ് കേട്ടോ. ഇത് ക്യാപിറ്റൽ L. ഇനി കേസ് 2, സെക്കൻഡ് ക്രൈറ്റീരിയ, റേറ്റ് ഓഫ് ഇൻട്രൊഡക്ഷൻ ഓഫ് ഡിസൈൻഡ് സൂപ്പർ എലിവേഷൻ. സൂപ്പർ എലിവേഷൻ്റെ ഇക്വേഷൻ നമ്മൾ മുന്നേ പഠിച്ചതാണ്. അത് ലെങ്ത് ഓഫ് ട്രാൻസിഷൻ കർവുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്നത് L = N × E എന്നാണ്. ഇതിൽ N എന്ന് പറഞ്ഞാൽ ക്യാപിറ്റൽ ലെറ്റർ N എന്ന് പറഞ്ഞാൽ സ്ലോപ്പാണ്.
ഇനി ഈ കണ്ടുപിടിക്കേണ്ട ഇക്വേഷൻ എന്താണ്? അത് നമ്മൾ മുന്നേ പഠിച്ചതാണ്. റേറ്റ് ഓഫ് സൂപ്പർ എലിവേഷൻ കണ്ടുപിടിക്കാനായിട്ട് ഈ സ്മോൾ ലെറ്റർ ഈ സൂപ്പർ എലിവേഷൻ ഇൻറ്റു ബി വിഡ്ത്താണ് നമ്മൾ ചെയ്യുന്നത്. ഇനി ആ ഇക്വേഷനെ തന്നെ എക്സ്പാൻഡ് ചെയ്താൽ ഇ ഇൻറ്റു ഡബ്ല്യു പ്ലസ് ഡബ്ല്യു ഇ എന്ന് എഴുതാം. ഇഫ് ഈ സ്മോൾ ലെറ്റർ ഈസ് നോട്ട് ഗിവൺ ഈ ഡിസൈൻ. ഇപ്പോൾ സ്മോൾ ലെറ്റർ ഇ തന്നിട്ടില്ല, സൂപ്പർ എലിവേഷൻ തന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ സൂപ്പർ എലിവേഷൻ കണ്ടുപിടിച്ചിട്ട് ഈ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ആ ഇ ഇവിടെ കൊടുക്കേണ്ടി വരും. പേയ്മെൻറ്റ് റൊട്ടേറ്റഡ് അബൌട്ട് സെൻട്രൽ ലൈൻ ആണെങ്കിൽ LS NE/2 ആണ് എടുക്കേണ്ടത്. ഓക്കെ, അതും ഒന്ന് ശ്രദ്ധിക്കണം. നോർമൽ കണ്ടീഷനിൽ L NE ആണ്. ഇനി സെൻട്രൽ ലൈൻ അബൌട്ടാണ് റൊട്ടേറ്റ് ചെയ്യുന്നതെങ്കിൽ L NE/2 ആണ് നമ്മൾ കൊടുക്കേണ്ടത്. ഓക്കെ, നമുക്ക് തേർഡ് കണ്ടീഷൻ കേസ് 3 മിനിമം ലെങ്ത് ആസ് പെർ IRC. പ്ലെയിൻ ടെറൈൻ ആണെങ്കിൽ L 2.7 V²/r. ഹില്ലി ടെറൈൻ ആണെങ്കിൽ L V²/r. V എന്ന് പറയുന്നത് km/h അപ്പോൾ ഇത്രയും കാര്യങ്ങൾ, ഇത്ര ഇക്വേഷൻസ്, ഇത്രയും കേസസ് നമ്മൾ അറിഞ്ഞിരിക്കണം. 3 ഉള്ളൂ. ഇനി നമ്മൾ 3 കേസ് വെച്ച് ഇപ്പോൾ കാൽക്കുലേറ്റ് ദി ലെങ്ത് ഓഫ് ട്രാൻസിഷൻ കർവ് എന്ന് ചോദിച്ചാൽ നമ്മൾ കേസ് 1, കേസ് 2, കേസ് 3 എന്ന് എഴുതി ഈ 3 കണ്ടീഷനിലുള്ള ട്രാൻസിഷൻ കർവിൻ്റെ ലെങ്ത് ഇവിടെയും L കണ്ടുപിടിച്ചു എന്ന് വിചാരിച്ചോ. എന്നിട്ട് നമ്മൾ ഏത് വാല്യൂ ആയിരിക്കും എടുക്കുക? മാക്സിമം ഓഫ് കേസ് 1, 2 ആൻഡ് 3. ഇത് 3 കേസും ചെയ്ത് നോക്കിയിട്ട് ഏത് കേസിലാണോ മാക്സിമം L വാല്യൂ കിട്ടുന്നത് അതാണ് നമ്മൾ ട്രാൻസിഷൻ കർവിൻ്റെ ലെങ്ത് ആയിട്ട് പ്രൊവൈഡ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ഇതെല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ഇതിൻ്റെ ഇക്വേഷൻസ് കാണാതെ അറിഞ്ഞിരിക്കുക. 3 കേസുണ്ട്. റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് സെൻട്രിഫ്യൂഗൽ ആക്സിലറേഷൻ, അതുപോലെ സൂപ്പർ എലിവേഷൻ, അതുപോലെ മിനിമം ലെങ്ത് ആസ് പെർ IRC. ഇതിൽ ആദ്യത്തെ കേസിൽ C = 80/75 + V, L = V³/CR. സെക്കൻഡ് കേസിൽ L = NE. ഇൻ്റെ ഇക്വേഷൻ നമുക്ക് അറിയാം, E = സ്മോൾ ലെറ്റർ E × B ആണ്. ഇനി സെൻട്രൽ ലൈൻ അബൌട്ടാണ് റൊട്ടേറ്റ് ചെയ്യുന്നതെങ്കിൽ NE/2 ആണ് എടുക്കേണ്ടത്. ഇനി മിനിമം ലെങ്ത് ആസ് പെർ IRC എന്ന് പറയുന്നത് L = 2.7 V²/r. ഈ ഇക്വേഷനായിരിക്കും നമ്മൾ കൂടുതലും യൂസ് ചെയ്യുന്നത്. ഹില്ലി ടെറൈൻ അങ്ങനെ ചോദിക്കാറില്ല, എങ്കിലും L = V²/r ഫോർ ഹില്ലി ടെറൈൻ. ഇത്രയും അറിഞ്ഞിരിക്കുക. ഇനി നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. കാൽക്കുലേറ്റ് A. ലെങ്ത് ഓഫ് ട്രാൻസിഷൻ കർവ്, B. ഷിഫ്റ്റ് ഓഫ് ട്രാൻസിഷൻ കർവ് ഫോർ ദ ഫോളോയിങ് ഡേറ്റ ഇൻ എ പ്ലെയിൻ ടെറൈൻ. Design speed equals 65 km/h. Radius of curve is 220 meter. അപ്പോൾ ഡിസൈൻ സ്പീഡ് എന്താണ്? V. റേഡിയസ് എന്താണ്? R. Pavement width including extra widening is 7.5 meter. Available rate of introduction of super elevation is 1 in 50. Pavement is rotated about center line. അപ്പോൾ നമുക്ക് ആദ്യം ഗിവൺ ഡേറ്റാസ് എഴുതാം. V തന്നിട്ടുണ്ട് 65 km/h. അതിനെ m/s കൺവേർട്ട് ചെയ്യാനായിട്ട് ഇൻറ്റു 5/18 ചെയ്യുന്നു. അപ്പോൾ നമുക്ക് 18.05 m/s എന്ന് കിട്ടി. V. ആറിൻ്റെ വാല്യൂ തന്നിട്ടുണ്ട് 220 മീറ്റർ. അപ്പോൾ ആദ്യം നമുക്ക് ലെങ്ത് ഓഫ് ട്രാൻസിഷൻ കർവ് എങ്ങനെ ഡിസൈൻ ചെയ്യാൻ നോക്കാം. അതിന് നമ്മൾ 3 കേസസ് അല്ലെങ്കിൽ 3 കണ്ടീഷൻസ് നോക്കണമെന്ന് പറഞ്ഞു. റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് സെൻട്രിഫ്യൂഗൽ ആക്സിലറേഷൻ, റേറ്റ് ഓഫ് ഇൻട്രൊഡക്ഷൻ ഓഫ് സൂപ്പർ എലിവേഷൻ, അതുപോലെ മിനിമം ലെങ്ത് ആസ് പെർ IRC. അപ്പോൾ അതിൽ ആദ്യത്തെ കേസാണിത്. കേസ് 1 ബേസ്ഡ് ഓൺ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് സെൻട്രിഫ്യൂഗൽ ആക്സിലറേഷൻ. അതിൻ്റെ ഇക്വേഷൻ എന്താ നമ്മൾ പറഞ്ഞത്? C = 80/75 + V. ഇവിടെ V കൊടുക്കേണ്ടത് ഏതിലാണ്? km/h ഈ V നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത്. യൂണിറ്റ് ഏതാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടതെന്ന് പ്രത്യേകം ശ്രദ്ധിക്കണേ. അപ്പോൾ 80/75 + 65 അത് ചെയ്യുമ്പോൾ നമുക്ക് Vൻ്റെ വാല്യൂ 0.57 എന്ന് കിട്ടി. ഇനി ലെങ്ത് ഓഫ് ട്രാൻസിഷൻ കർവ് L = V³/CR. ഇവിടെ നമ്മൾ V കൊടുക്കുന്ന ഏതിലാണ്? m/s. 18.05 the whole square divided by ഹോൾ സ്ക്വയർ അല്ല, ഇത് ഹോൾ ക്യൂബാണ്. V³ എന്നാണ്. 18.05 ദി ഹോൾ ക്യൂബ് ഡിവൈഡഡ് ബൈ 0.57 × 220. അത് ചെയ്യുമ്പോൾ 48.8
9 മീറ്റർ ആണ് ലെങ്ത് ഓഫ് ട്രാൻസിഷൻ കർവ് കിട്ടി. ഇനി നമുക്ക് സെക്കൻഡ് കേസിലേക്ക് പോവാം. ബേസ്ഡ് ഓൺ റേറ്റ് ഓഫ് ഇൻട്രൊഡക്ഷൻ ഓഫ് സൂപ്പർ എലിവേഷൻ. നമുക്ക് ക്വസ്റ്റ്യനിൽ എന്താ തന്നിരിക്കുന്നത്? ദ പേയ്മെൻറ്റ് ഈസ് റൊട്ടേറ്റഡ് അബൌട്ട് സെൻട്രൽ ലൈൻ. സെൻട്രൽ ലൈൻ അബൌട്ട് ആയിട്ടാണ് റൊട്ടേറ്റ് ചെയ്യുന്നതെങ്കിൽ ലെങ്ത് ഓഫ് ട്രാൻസിഷൻ കർവിൻ്റെ ഇക്വേഷൻ NE/2 ആണെന്ന് നമ്മൾ പറഞ്ഞു. നോർമൽ കേസസിൽ L=NE ആണ്. ഇനി സെൻട്രൽ ലൈൻ അബൌട്ടാണ് റൊട്ടേറ്റ് ചെയ്യുന്നതെങ്കിൽ L=NE/2 ആണ് നമ്മൾ എടുക്കേണ്ടത്. അപ്പോൾ L=NE/2. ഇനി നമുക്ക് തന്നിട്ടില്ല ക്വസ്റ്റ്യനിൽ. അപ്പോൾ നമുക്ക് സൂപ്പർ എലിവേഷൻ ഡിസൈൻ ചെയ്യണം. സൂപ്പർ എലിവേഷൻ ഡിസൈൻ ചെയ്യുന്നതിൽ സ്റ്റെപ്പ് 1 എന്തായിരുന്നു? ഡിസൈൻ ഈക്വൽസ് 0.75 V²/GR. ഇതിൽ ശ്രദ്ധിക്കേണ്ടത് എന്തായിരുന്നു? V = 0.75 × V ആണ്. F = 0 ആണ്. ആ കണ്ടീഷൻ വെച്ചിട്ട് നമ്മൾ സ്റ്റെപ്പ് 1 അപ്ലൈ ചെയ്യാണ്. 0.75 നമ്മുടെ V എത്രയായിരുന്നു? 18.05 m/s ദ ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ 9.81 × 220. അത് ചെയ്യുമ്പോൾ 0.08 ആണ് കിട്ടുന്നത്, വിച്ച് ഈസ് ഗ്രേറ്റർ ദാൻ 0.07 എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ സ്റ്റെപ്പ് 2ലേക്ക് പോകണം. അപ്പോൾ നമുക്ക് ഡിസൈൻ്റെ വാല്യൂ ഗ്രേറ്റർ ദാൻ മാക്സിമം ആണ് വന്നത്. അതുകൊണ്ട് നമ്മൾ സ്റ്റെപ്പ് 2ലേക്ക് പോവുകയാണ്. മാക്സിമത്തിൻ്റെ വാല്യൂ 0.07 ആണ്. അപ്പോൾ സ്റ്റെപ്പ് 2ൽ എന്താ പറയുന്നത്? F = V²/GR - maximum. അപ്പോൾ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. V² 18.05 ദ ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ 9.81 × 220 മൈനസ് മാക്സിൻ്റെ വാല്യൂ 0.07. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 0.08 എന്നാണ് വന്നത്, വിച്ച് ഈസ് ലെസ് ദാൻ 0.15, വിച്ച് മീൻസ് നമ്മൾ തേർഡ് സ്റ്റെപ്പിലേക്ക് പോകേണ്ട കാര്യം ഇല്ല. അപ്പോൾ നമുക്ക് ൻ്റെ വാല്യൂ എത്രയെന്ന് ചൂസ് ചെയ്യുക? 0.07 എന്ന് ചൂസ് ചെയ്യുക. ഈ പ്രോബ്ലംസ് നമ്മൾ മുന്നേ ഡിസ്കസ് ചെയ്തതാണ് സൂപ്പർ എലിവേഷൻ്റെ കാര്യം വന്നപ്പോൾ. ഓക്കെ, അപ്പോൾ സെക്കൻഡ് കേസിൽ നിന്ന് നമുക്ക് സൂപ്പർ എലിവേഷൻ്റെ വാല്യൂ = 0.07 എന്ന് കിട്ടി. നമുക്കിവിടെ ചെയ്യുമ്പോൾ 0.08 എന്നാണ് കിട്ടുന്നതെങ്കിലും നമ്മൾ സ്റ്റെപ്പ് 2ൽ ലെസ് ദാൻ 0.15 എന്ന് കിട്ടിയാലും നമ്മൾ മാക്സിൻ്റെ വാല്യൂ ആണ് ഡിസൈനായിട്ട് എടുക്കേണ്ടത്. ഡിസൈൻ ഈക്വൽസ് മാക്സ്. ഓക്കെ, ഇത് ജസ്റ്റ് ചെക്കിന് വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. സെക്കൻഡ് സ്റ്റെപ്പിൽ എത്തിക്കഴിഞ്ഞാൽ ആൻസർ എന്ത് തന്നെ കിട്ടിയാലും ഡിസൈൻ ഈക്വൽസ് മാക്സ് ആണ്. തേർഡ് സ്റ്റെപ്പിലായാലും അങ്ങനെയാണ്. ഓക്കെ, ഇത് നമ്മൾ ഡിസ്കസ് ചെയ്ത കേസാണ്. അപ്പോൾ ൻ്റെ വാല്യൂ നമുക്ക് കിട്ടി 0.07. അവിടെ നമ്മൾ റേറ്റ് കണ്ടുപിടിക്കുകയാണ്. ക്യാപിറ്റൽ E = സ്മോൾ ലെറ്റർ E × B. അപ്പോൾ സ്മോൾ ലെറ്റർ E അറിയാം, 0.07. ഇനി B ക്വസ്റ്റ്യനിൽ നമുക്ക് തന്നിട്ടുണ്ട്. B പേയ്മെൻറ്റ് വിഡ്ത്ത് ഇൻക്ലൂഡിങ് എക്സ്ട്രാ ബർഡൻ ഈസ് ഈക്വൽ ടു 7.5 മീറ്റർ എന്ന് തന്നിട്ടുണ്ട് പേയ്മെൻറ്റിൻ്റെ വിഡ്ത്ത്. അപ്പോൾ 7.5 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. നമുക്ക് 0.52 മീറ്റർ എന്ന് ക്യാപിറ്റൽ E കിട്ടി. ഇനി L കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ എന്താണ്? NE/2. ഇത് പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം. സെൻട്രൽ ലൈൻ എബൌട്ട് റൊട്ടേറ്റ് ചെയ്യുന്നതുകൊണ്ടാണ് ഈ ഇക്വേഷൻ എടുത്തത്. അല്ലെങ്കിൽ നോർമൽ ഇക്വേഷൻ L = NE ആണ്. ഏതിൽ? കേസ് 2ൽ, സൂപ്പർ എലിവേഷൻ കൊണ്ടുവരുന്ന കേസിൽ. L = NE/2 ഈക്വൽസ് ൻ്റെ വാല്യൂ എത്രയാണ്? ഇവിടെ പറയുന്നുണ്ട് റേറ്റ് ഓഫ് ഇൻട്രൊഡക്ഷൻ ഓഫ് സൂപ്പർ എലിവേഷൻ 1/150 ആണ് കൊടുക്കേണ്ടത്. അപ്പോൾ ൻ്റെ വാല്യൂ എത്രയാണ്? 150 ആണ്. എന്ന് വെച്ചാൽ എന്തായിരുന്നു? നമ്മുടെ സ്ലോപ്പിനെയാണ് നമ്മൾ എന്ന് പറയുന്നത്. അപ്പോൾ സ്ലോപ്പിൻ്റെ വാല്യൂ ആണ് 1/150 തന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ 150 എടുത്തു. ക്വസ്റ്റ്യനിലുണ്ട് നമ്മളിപ്പോൾ കണ്ടുപിടിച്ചു 0.52. അതും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഡിവൈഡഡ് ബൈ 2 ചെയ്യുമ്പോൾ 39.375 മീറ്റർ എന്നാണ് കേസ് 2ൽ ഇൻട്രൊഡക്ഷൻ ഓഫ് സൂപ്പർ എലിവേഷൻ കേസ് 2ൽ നമുക്ക് ലെങ്ത് ഓഫ് ട്രാൻസിഷൻ കർവ് കിട്ടിയത്. ഇനി ലെങ്ത് ഓഫ് ട്രാൻസിഷൻ കർവ് കണ്ടുപിടിക്കുന്ന മൂന്നാമത്തെ കണ്ടീഷൻ, കേസ് 3 അല്ലെങ്കിൽ തേർഡ് കണ്ടീഷൻ, മിനിമം ലെങ്ത് ആസ് പെർ IRC. അപ്പോൾ IRC റെക്കമെൻഡ് ചെയ്യുന്ന മിനിമം ലെങ്ത് എത്രയാണ്? പ്ലെയിൻ ടെറൈൻ ആണെങ്കിൽ 2.7 V²/R ആണ് ഇക്വേഷൻ. 2.7 × V km/h സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിരിക്കുന്നത്. ഡിവൈഡഡ് ബൈ 220 51.85 മീറ്റർ എന്നാണ് കിട്ടിയത്. അപ്പോൾ നമ്മൾ 3 കേസും ചെയ്തു. കേസ് 1ൽ നമുക്ക് എത്രയാണ് കിട്ടിയത്? 46.89 എന്നാണ് ലെങ്ത് ഓഫ് ട്രാൻസിഷൻ കർവ് കിട്ടിയത്.
ഇനി സൂപ്പർ എലിവേഷൻ കൊണ്ടുവന്ന കേസ് 2-ൽ നമുക്ക് കിട്ടിയത് 39.37 ആണ്. കേസ് 3 IRC റെക്കമെൻഡേഷനിലുള്ള മിനിമം ലെങ്ത് 51 സംതിങ് ആണ്. അപ്പോൾ ഇനി നമ്മൾ ഇതിൽ നിന്ന് ഏതാണ് ലെങ്ത് ഓഫ് ട്രാൻസിഷൻ കർവായിട്ട് ചൂസ് ചെയ്യുന്നത്? ഇതിൻ്റെ മാക്സിമം വാല്യൂ. അപ്പോൾ ഇത് 3-ലെ മാക്സിമം വാല്യൂ ഏതാണ്? 51.85 ആണ് മാക്സിമം വാല്യൂ. അത് നമുക്ക് റൗണ്ട് ചെയ്ത് 52 മീറ്റർ എന്ന് എടുക്കാം. അപ്പോൾ നമ്മുടെ ഫൈനൽ ആൻസർ എന്താണ്? ലെങ്ത് ഓഫ് ട്രാൻസിഷൻ കർവ് ഈസ് 52 മീറ്റർ. ഓക്കെ, അപ്പോൾ ക്വസ്റ്റ്യൻ്റെ എ പാർട്ട് കഴിഞ്ഞതേ ഉള്ളൂ നമ്മൾ ഇത്രയും ചെയ്തപ്പോൾ. ഇനി ക്വസ്റ്റ്യൻ്റെ ബി പാർട്ട് എന്താണ്? ഷിഫ്റ്റ് ഓഫ് ട്രാൻസിഷൻ കർവ്. നമ്മൾ ട്രാൻസിഷൻ കർവിൻ്റെ ഫിഗർ പഠിച്ചപ്പോൾ അതിൻ്റെ സൈഡിൽ ഇക്വേഷൻ ഉണ്ടായിരുന്നു, ഞാൻ പറയാൻ വിട്ടതാണ്. S=L²/24R. ഷിഫ്റ്റ് കണ്ടുപിടിക്കുന്ന ഇക്വേഷനാണ് സ്മോൾ l²/24 × R. അത് നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. ഷിഫ്റ്റ് ഓഫ് ട്രാൻസിഷൻ കർവ് S=L²/24R. എല്ലിൻ്റെ വാല്യൂ എത്രയാണ്? എൽ എന്ന് പറഞ്ഞാൽ ഏതാ നമ്മൾ കണ്ടുപിടിച്ച ലെങ്ത് ഓഫ് ട്രാൻസിഷൻ കർവ്, അതാണ് 52 മീറ്റർ. അത് 3 കേസ് കണ്ടുപിടിച്ചു, അതിൽ നിന്ന് മാക്സിമം വാല്യൂ ഫൈനൽ ആൻസറായി എടുത്തു. ആ ഫൈനൽ ആൻസറാണ് നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത്. 52² / 24 × Rൻ്റെ വാല്യൂ 220. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 0.51 മീറ്റർ എന്ന് നമുക്ക് ട്രാൻസിഷൻ കർവിൻ്റെ ഷിഫ്റ്റ് എസ് കിട്ടി. ഇതാണ് നമ്മുടെ ഫസ്റ്റ് പ്രോബ്ലം. അത്യാവശ്യം കുറച്ച് ലെങ്തി ആണെങ്കിലും സിമ്പിളായിട്ടുള്ള സ്റ്റെപ്സാണ്. അപ്പോൾ ഇതെല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ഈ പ്രോബ്ലം നമ്മൾ ആ പറഞ്ഞ 3 കണ്ടീഷൻ കറക്റ്റായിട്ട് അപ്ലൈ ചെയ്താൽ മതി. ഇക്വേഷൻ പഠിച്ചിട്ട് ആ കണ്ടീഷൻ കറക്റ്റായിട്ട് അപ്ലൈ ചെയ്താൽ മതി. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ വി എപ്പോഴും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഇക്വേഷനിൽ km/h ആണോ m/s ആണോ എന്ന് നോക്കിയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ ഈ പ്രോബ്ലം എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.